അങ്ങനെ ചെയ്തു വെച്ചിരിക്കണേ. ആ ലോഗോ കാണുമ്പോഴാണ് അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പൊ കളർ ഭയങ്കര അട്രാക്റ്റീവാണ്. എന്തിനാ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്? എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ബ്ലാക്ക് ഇടാറുണ്ട്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് എന്തുകൊണ്ടാണ് കളറിനോട് അട്രാക്ഷൻ വരുന്നത്? കളർ അട്രാക്ട് ചെയ്യും. കളർ ഒരു റെഡ് ഇട്ട ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കാനുള്ള ടെംപ്റ്റേഷൻ കൂടുതലായിരിക്കും. നല്ല പട്ടുസാരി, നല്ല റെഡിന്റെ പട്ടുസാരി ഇട്ടിട്ട് ഒരു നല്ലൊരു അടിപൊളി ഒരു ലേഡീനെ കണ്ടാൽ മിക്കവാറും നിങ്ങൾക്ക് അട്രാക്ഷൻ വരും. വൈ അട്രാക്ഷൻ കംസ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാരി എടുത്ത് വന്നിരിക്കുന്നത്? ചിലപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നേരെ പോയിട്ട് എന്തെങ്കിലും ഒരു സാരി വാങ്ങിച്ചിട്ട് ഉടുത്തിട്ട് പോകും. അങ്ങനെയല്ല, നിങ്ങളുടെ ബ്രെയിനിന് കളറിനോടുള്ള താല്പര്യം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ ABC, D മീൻസ് ഡയമെൻഷൻ. സാലറിന്റെ ഷേപ്പ് എന്താ? വാട്ട് ഈസ് യുവർ ഷേപ്പ് ഓഫ് യുവർ സാലറി? സാലറിക്ക് ഷേപ്പ് ഉണ്ടോ? ഉണ്ടോ? എങ്ങനെ നീണ്ടിട്ടാണോ, വളഞ്ഞിട്ടാണോ, ഉരുണ്ടിട്ടാണോ? സാലറിന്റെ ഷേപ്പ് ടിങ് 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 എക്സ് നമ്പർ ക്രെഡിറ്റഡ് 15,000 അങ്ങനെയല്ലേ വരുന്നത്. സാലറിക്ക് ഹാപ്പിനെസ്സിന് ഷേപ്പ് ഉണ്ടോ? സന്തോഷത്തിന് ആകൃതി ഉണ്ടോ? ദുഃഖത്തിന് ആകൃതി, ഉരുണ്ടൊരാകൃതിയാണ് ദുഃഖം, നീണ്ടൊരാകൃതിയാണ് സന്തോഷം, വളഞ്ഞൊരാകൃതിയാണ് ടെൻഷൻ. അങ്ങനെയാണോ? ഇതിനൊന്നും ആകൃതിയില്ല. പക്ഷെ ചെയറിന് ആകൃതിയുണ്ട്, ടേബിളിന് ആകൃതിയുണ്ട്, നിങ്ങളുടെ ഓർണമെന്റ് വളക്കാകൃതിയുണ്ട്, മോതിരത്തിന് ആകൃതിയുണ്ട്, ചെയിന് ആകൃതിയുണ്ട്, കമ്മലിന് ആകൃതിയുണ്ട്, മൂക്കുത്തിക്ക് ആകൃതിയുണ്ട്. ശരിയല്ലേ? അത് പറയുമ്പോൾ ബ്രെയിൻ എടുക്കും. ശരിയല്ലേ? ഡയമെൻഷനാണ് ബ്രെയിൻ എടുക്കുക. ഡയമെൻഷൻ ടേക്ക് ബൈ ബ്രെയിൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ അത് കറക്റ്റായിട്ട് വരണം. അത് വരുന്നില്ലെങ്കിൽ നമുക്ക് വരച്ച് കാണിക്കാൻ വേണ്ടി പറ്റണം, പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റണം. അത് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യണത്. അല്ലെ ചുമ്മാ മാല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാലേൻ്റെ ഓരോ ഗുണങ്ങളും വായിലൂടെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം. അവിടെ ഇങ്ങനെ മുത്തുവെച്ചിട്ട് ഇതിങ്ങനെ വളയാൻ കാരണം ഇതാണ്, ഇന്ന ലോക്കറ്റ് ഇങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റികൾ പറയണം. അല്ലെങ്കിൽ എല്ലാവരും മാല വാങ്ങിക്കൂ, വള വാങ്ങിക്കൂ, മോതിരം വാങ്ങിക്കൂ, അങ്ങനെയല്ല. അതിനെ നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റണം. എങ്കിൽ മാത്രമേ ബ്രെയിൻ എടുക്കുകയുള്ളൂ, അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡയമെൻഷൻ ടേക്ക് ബൈ ബ്രെയിൻ. ABCD. E മീൻസ് ഇമോഷൻ, വികാരം ബ്രെയിൻ എടുക്കും. ഏത് വികാരം ബ്രെയിൻ എടുക്കും? ഭാര്യ ഭർത്താവിനൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തതും വെച്ചിട്ട് ഭാര്യ ഭർത്താവിന് കൊടുക്കില്ല, ഭർത്താവ് ഭാര്യയ്ക്ക്. മിക്കവാറും അങ്ങനെയാണല്ലോ വരിക. ഇപ്പം മാറിപ്പോയി. എന്നാലും ഭർത്താവ് ഒന്ന് ഭാര്യയ്ക്ക് കൊടുത്താൽ ഭാര്യ മരണം വരെ, നിങ്ങൾ അടിച്ചത് 1992 ജനുവരി 12 11:30 നിങ്ങൾ എന്നെ അടിച്ചു, മരണം വരെ. അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. അയാൾ ഞാനോ? നിനക്ക് സ്വപ്നത്തിൽ തോന്നിയായിരിക്കും. അത് ആണിന് ഓർമ്മയുണ്ടാവില്ല, പെണ്ണിന് ഓർമ്മയുണ്ടാവും. സ്നേഹിച്ച ദിവസം ഓർമ്മയുണ്ടാവും, സ്നേഹിച്ച മാസം ഓർമ്മയുണ്ടാവും, സ്നേഹിച്ച ദിവസം ഓർമ്മയുണ്ടാവും, നല്ല പാല് പോലത്തെ വാക്കുകൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവും, വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ വർഷം നിങ്ങൾ ജനുവരിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കമ്പനിയിൽ നിന്ന് മറ്റേ ബോണസ് ഒക്കെ കിട്ടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മോതിരം വാങ്ങിച്ചു തരാം, ഇത്രയായിട്ട് വാങ്ങിച്ചു തന്നിട്ടില്ല. പുരുഷന്മാർ മെയിൽ വിട്ടു, പക്ഷെ ഫീമെയിലിന്റെ ബ്രെയിൻ എന്താണ്? ഇതെല്ലാം ക്യാച്ച് ചെയ്ത് വെക്കും, ഇതെല്ലാം ഓർത്ത് വെക്കും. പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഒരുപോലെയല്ല.